മേഘന മുരളി കൂടി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. മേഘന, അങ്ങനെ 30 ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഇവരുടെ സമരം. വെയിലും മഴയും ഒക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇവർ സമരം നടത്തിയത്. നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ടതാണ്. ഇപ്പോൾ ഈ കേന്ദ്രമന്ത്രി തന്നെ സഭയിൽ കാര്യങ്ങൾ പറയുമ്പോൾ ഇതിനെ ഏത് തരത്തിലാണ് ഈ ആശാ വർക്കേഴ്സ് നോക്കി കാണുന്നത്? പ്രതീക്ഷയുണ്ടോ ഇവർക്ക്? ഈ സമരം ഏതെങ്കിലും തരത്തിൽ മയപ്പെടുത്താനോ അവസാനിപ്പിക്കാനോ ഒരു തീരുമാനമുണ്ടോ? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ വാഗ്വാദങ്ങൾ തുടരുകയാണ്. പക്ഷേ ഇവിടുത്തെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ 30 ദിവസമായി തുടരുന്ന ഈ ആശാ വർക്കർമാരുടെ സമരപ്പന്തലിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നല്ല മഴ പെയ്യാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അവിടെ ഈ മഴ നനഞ്ഞും അല്ലെങ്കിൽ മഴയും വെയിലും ഒക്കെ ആണെങ്കിലും കഴിഞ്ഞ ഈ 30 ദിവസമായി ഈ സ്ത്രീകൾ, ഒട്ടനവധി സ്ത്രീകൾ ഇവിടെ തെരുവിലാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. വേണ്ടത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് കൂടിയാണ്. അതിൽ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ, ഈ ഓണറേറിയം വർധന അടക്കമുള്ള പെൻഷൻ നൽകുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക എന്ന അടക്കമുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ പരിഹരിക്കുന്നത് വരെ അവർ ഒരു തരത്തിലും പിന്നോട്ട് പോകാനില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതിൽ ഇപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു ആശ്വാസകരമായിട്ടുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ആ പ്രതികരണങ്ങളിലടക്കം ഇവർക്ക് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർക്കത് വലിയ ആശ്വാസമാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടാതെ ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇത്തരത്തിലുള്ള വാഗ്വാദങ്ങൾ നടത്തുമ്പോൾ അവർക്ക് എന്താണ് ഇവർക്ക് നൽകാവുന്ന പരിഹാരം, അല്ലെങ്കിൽ 30 ദിവസങ്ങളായി ഈ സ്ത്രീകൾ ഇങ്ങനെ തെരുവിൽ കഴിയുമ്പോൾ അവർക്ക് എന്ത് നൽകാൻ സർക്കാരുകൾക്ക് കഴിയുമെന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമുക്ക് പ്രതികരണങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ചേച്ചി, ഇപ്പോൾ JP നദ്ദ ഒരു തരത്തിലൊരു വേതനം കൂട്ടുമെന്നടക്കമുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ രാജ്യസഭയിൽ നടത്തിയിട്ടുണ്ട്. എങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായും ഈ 30 ദിവസത്തെ സമരവിജയം തന്നെയാണതെന്ന് ഞങ്ങൾ അഭിമാനത്തോടെ ഓർക്കുന്നു. എത്ര കൂട്ടും, എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്നൊന്നും ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ല. എങ്കിൽ തന്നെയും ഞങ്ങളുടെ ഈ 30 ദിവസത്തെ രാവിനും പകലിനും അർത്ഥം ഉണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. അതുതന്നെയാണ്, അതായത് JP നദ്ദ ഇന്ന് സഭയിൽ നടത്തിയിട്ടുള്ള ഒരു പ്രഖ്യാപനങ്ങളോട് ഇവർ നല്ല രീതിയിൽ, അനുകൂലമായ രീതിയിൽ തന്നെയാണ് പ്രതികരിക്കുന്നത്. പക്ഷേ അതിൽ കൃത്യമായ ഒരു രേഖകളില്ലാതെ, അല്ലെങ്കിൽ കൃത്യമായി ഇവർക്ക് ആ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയതിന് ശേഷം മാത്രമേ ഇവർ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയുള്ളൂ എന്ന് പറയുന്നു. കൂടാതെ ഇത് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പൊങ്കാല വരാൻ പോവുകയാണ്. ഈ നിരത്തുകളൊക്കെ, ഈ സെക്രട്ടേറിയറ്റിൻ്റെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന നിരത്തുകളൊക്കെ ഇനി പൊങ്കാലക്കാലങ്ങൾ കൊണ്ട് നിറയാൻ പോവുകയാണ്. അവിടെ എങ്ങനെയാണ് ഇവരുടെ പ്രതികരണങ്ങൾ എന്നുകൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. അത്തരത്തിൽ ഇവർ വലിയ രീതിയിൽ ഈ പൊങ്കാലയടക്കം ഒരു സമരമാർഗമായി, അല്ലെങ്കിൽ പ്രതിഷേധ മാർഗമായി തീർക്കാൻ തന്നെയാണ് ആലോചിക്കുന്നത്. ചേച്ചി, പൊങ്കാല വരാൻ പോവുകയാണ്. പൊങ്കാല ദിവസം നിങ്ങളുടെ പദ്ധതികൾ എങ്ങനെയാണ്? പൊങ്കാല ദിവസം നമ്മളിവിടെ പൊങ്കാല ഇടും. ആശാവർക്കർമാർ എല്ലാ വർഷവും പൊങ്കാല ഇടുന്നതാണല്ലോ. ഇപ്പം നമ്മൾ സമരത്തിലായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സമരവേദി നമ്മുടെ പൊങ്കാലയ്ക്കുള്ള വേദിയാക്കി മാറ്റുകയാണ്. ഇത് തന്നെയാണ് പ്രവിധ, അതായത് 30 ദിവസങ്ങൾ, ഒരു വലിയ കരുത്തുറ്റ സ്ത്രീ പോരാട്ടത്തിൻ്റെ 30 ദിവസങ്ങളാണ് പിന്നിടുന്നത്. അത് ഇനി എത്ര ദിവസങ്ങൾ കഴിഞ്ഞാലും ഇവർ ഇവിടെ ഇരിക്കും. ഈ ആവശ്യങ്ങൾ നിറവേറുന്നത് വരെ അത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഏത് തരത്തിൽ ഇവരുടെ വിഷയങ്ങൾ പരിഹരിക്കുമെന്ന് തന്നെയാണ് ഇവർ നോക്കിക്കാണുന്നത്. അതുവരെ ഇവർ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല. ഈ 30 ദിവസങ്ങൾ പിന്നിടുമ്പോഴും അവർ ഉറച്ച നിലപാടിൽ തന്നെയാണ്. കൂടാതെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, മാർച്ച് 17-ന് ഇത്തരത്തിലൊരു 2ാം ഘട്ട സമരപരിപാടി, ഇത്രയും നാളും ഈ രാപ്പകൽ സമരമായി ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപരോധം സംഘടിപ്പിക്കുകയായിരുന്നു. പക്ഷേ വരുന്ന മാർച്ച് 17-ന് സെക്രട്ടേറിയറ്റ് ഉപരോധ സമരത്തിലേക്ക്, അതായത് ഒരു ചരിത്ര തൊഴിൽ സമരത്തിന്റെ 2ാം ഘട്ട പദ്ധതിയിലേക്ക് പോകാനുള്ള ഒരു പദ്ധതി കൂടി ഈ ആശാ വർക്കർമാർ ഉന്നയിക്കുന്നു. അങ്ങനെ സമരം ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇവിടെ നിന്നുള്ള തീരുമാനം. ശരി, മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്ന് സഭയിൽ അത്തരത്തിലുള്ള ഒരു ഉറപ്പ് ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും അത് കയ്യിൽ കിട്ടാതെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഉറപ്പ് ലഭിക്കാതെ, സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൂടി ഉറപ്പ് ലഭിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് ആശാ വർക്കർമാർ പറയുന്നത്. എന്തായാലും പൊങ്കാല വരികയാണ്. 13-ാം തീയതിയാണ് തിരുവനന്തപുരത്ത് പൊങ്കാല. അപ്പോൾ പൊങ്കാല ഇട്ട് തന്നെ പ്രതിഷേധിക്കും എന്നാണ് അവർ പറയുന്നത്.